പാറ പോലെ ഉറച്ച കത്തോലിക്ക രൂപീകരണം കെട്ടിപ്പടുക്കുന്നതിന് പുരോഹിതർക്ക് 3 നിർദ്ദേശം നൽകി ലിയോ 14 പാപ്പ. വത്തിക്കാനിലെ പൊന്തിഫിക്കൽ അഥേനിയം റെജീന അപ്പസ്തോലോറത്തിൽ നടന്ന സെമിനാരി പരിശീലകർക്കായുള്ള 1 മാസത്തെ കോഴ്സിൽ പങ്കെടുത്തവരെയും സെൻറ്റ് സേവിയർ സൊസൈറ്റിയിലെ വൈദികരെയും അഭിസംബോധന ചെയ്യുകയായിരുന്നു പാപ്പ. എല്ലാ കത്തോലിക്ക വിശ്വാസികൾക്കും, പ്രത്യേകിച്ച് ക്രിസ്തീയ രൂപീകരണം നൽകുന്നവർക്ക് ദൃഢവും സമഗ്രവുമായ ഒരു രൂപീകരണം അനിവാര്യമാണെന്ന് പരിശുദ്ധ പിതാവ് സ്ഥിരീകരിച്ചു. രൂപീകരണത്തിൻ്റെ പ്രാഥമിക ലക്ഷ്യം യേശുക്രിസ്തുവിൻ്റെ അതേ വികാരങ്ങൾ ഉണ്ടായിരിക്കുകയും സുവിശേഷത്തെ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുക എന്നതാണെന്നും പരിശുദ്ധ പിതാവ് പറഞ്ഞു. നമ്മുടെ ജീവിതത്തിൻ്റെയും ദൈവവിളിയുടെയും, അത് പൗരോഹിത്യമോ സാധാരണമോ ആകട്ടെ, പാറയിൽ സ്ഥാപിക്കേണ്ടത് അത്യാവശ്യമാണ്, പാപ്പ പറഞ്ഞു. പുരോഹിതന്മാർ, അൽമായർ, സമർപ്പിതനായ പുരുഷന്മാർ, സ്ത്രീകൾ എന്നിവരുടെ രൂപീകരണം എന്നിവ പ്രത്യേക അറിവിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല, മറിച്ച് പരിവർത്തനത്തിൻ്റെ തുടർച്ചയായ യാത്ര ഉൾക്കൊള്ളുന്നുവെന്നും പരിശുദ്ധ പിതാവ് പറഞ്ഞു. അതേസമയം പാറ പോലെ ഉറച്ച ഒരു രൂപീകരണം കെട്ടിപ്പടുക്കുന്നതിനുള്ള പരിശുദ്ധ പിതാവിൻ്റെ ആദ്യ നിർദ്ദേശം യേശുവുമായുള്ള സൗഹൃദം വളർത്തിയെടുക്കുക എന്നതായിരുന്നു. സുവിശേഷത്തിൻ്റെ സാക്ഷ്യത്തിലും പ്രഖ്യാപനത്തിലും സ്നാനമേറ്റ എല്ലാവരുടെയും പങ്കാളിത്തത്തിലേക്ക് നാം തിരികെ വരണമെന്നും പാപ്പ ഉദ്ബോധിപ്പിച്ചു.